ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ഗ്യാപ് റോഡ് വഴി ആനയിറങ്കൽ ഡാമിന്റെ കാഴ്ചകളിലേക്കാണ്. മൂന്നാറിൽ നിന്നും ഗ്യാപ് റോഡ് വഴി 22 കിലോമീറ്റർ ആണ് ആനയിറങ്കൽ ഡാമിലേക്കുള്ള ദൂരം. ആനയിറങ്കൽ ഡാമിന്റെ എല്ലാ ഭംഗിയും നമുക്ക് റോഡിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പോകുന്ന വഴി തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഗ്യാപ് റോഡിൽ കൂടി വണ്ടിയിലിരുന്ന് ആ തണുത്ത കാറ്റൊക്കെ അടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്നത് നമ്മൾ ഒരിക്കലെങ്കിലും തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും രസകരം. കോടമഞ്ഞിന്റെ ഇടവിട്ടുള്ള വരവും പോക്കും നമുക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ റോഡിലൂടെ പോകുന്ന KSRTC ബസിന്റെ യാത്ര കണ്ടാൽ അറിയാം ആ ബസ്സിലിരുന്നുള്ള യാത്ര തന്നെ എത്ര മനോഹരമാണെന്ന്. അതുകൊണ്ട് തന്നെ KSRTCയുടെ ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് ബസ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 4 മണി വരെ 3 ട്രിപ്പാണ് നടത്തുന്നത്. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ആനയിറങ്കൽ ജലാശയത്തെ മനോഹരമാക്കുന്നത്. ഡാമിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റിയ നിരവധി വ്യൂ പോയിന്റുകൾ റോഡ് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. ഗ്യാപ് റോഡിൽ നിന്നും ഒരു ചെറിയ വഴിയിലൂടെ 1/2 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ആനയിറങ്കൽ ഡാമിലെത്താൻ. നമ്മളിപ്പോൾ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത് വലിയൊരു ഡാമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഡാം കണ്ടാൽ ഒരു ചെറിയ തടയണ പോലെ തോന്നും. കാണുമ്പോൾ ആഴം തോന്നുകയില്ലെങ്കിലും 34 മീറ്ററോളം ആഴമുണ്ട് ഈ ഡാമിന്. 1960-ലാണ് ആനയിറങ്കൽ ഡാം നിർമ്മിച്ചത്. പന്നിയാർ നദിയിലാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു എർത്ത് ഡാമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിന് മുകളിൽ കല്ല് പതിപ്പിച്ചിരിക്കുകയാണ്. അണക്കെട്ടിന്റെ ഒരു വശം വനമേഖലയായതിനാൽ ഇവിടെ ആനകൾ ധാരാളം ഉള്ള പ്രദേശമാണ്. ആനകൾ കൂട്ടമായി ഇവിടെ വെള്ളം കുടിക്കാൻ എത്തുന്നത് കൊണ്ടാണ് ആനയിറങ്കൽ എന്ന പേര് തന്നെ ഉണ്ടായത്. ഡാമിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റിയ നിരവധി വ്യൂ പോയിന്റുകൾ റോഡ് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ തൂക്കുപാലമാണ്. ആനകളുടെ സാമീപ്യം ഉള്ളതിനാൽ നമുക്ക് അവിടെയൊന്നും ഇറങ്ങുന്നതിനുള്ള അനുവാദമില്ല.
തോട്ടത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനും കൊളുന്തു കൊണ്ടുപോകുന്നതിനുമായി ഉപയോഗിക്കുന്ന ചെറിയ ട്രാക്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ പ്രതീകമാണ്. 1950കളിൽ തൊഴിലാളികൾ തലച്ചുമടായിട്ടും കാളവണ്ടിയിലുമൊക്കെയാണ് തേയിലക്കൊളുന്ത് ഫാക്ടറികളിൽ എത്തിച്ചിരുന്നത്. ഈ കുഞ്ഞൻ ട്രാക്ടറിന്റെ വരവോടുകൂടി തൊഴിലാളികളുടെ ജീവിത നിലവാരം തന്നെ മാറി മറിഞ്ഞു. മലഞ്ചെരുവിലെ ഇടുങ്ങിയതും കുത്തനെയുമുള്ള പാതകളിൽ കൂടി സഞ്ചരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ട്രാക്ടറാണിത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.